മംഗലവരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഇതൊരു തെലുങ്ക് ഫിലിമാണ്. സോ മലയാളത്തിലാണ് കണ്ടത്. ഇത് ഞാൻ തിയേറ്ററിൽ മിസ്സാക്കിയ സിനിമയാണ്. സോ ഇപ്പോൾ OTT ഇറങ്ങിയിട്ടുണ്ട്. സിനിമ കാണാത്ത എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു പടം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ സിനിമ കാണാൻ കാര്യം ഇതിൻ്റെ ട്രെയിലർ തന്നെയാണ്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ എന്ന് പറയുമ്പോൾ ഒരു മിസ്റ്ററി ആയിട്ടുള്ള ട്രെയിലർ തന്നെയാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു ത്രില്ലർ മിസ്റ്ററി സിനിമ തന്നെയാണ്. സോ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ട്രെയിലർ മുന്നോട്ട് പോയത്. സോ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരു കാന്താരേൻ്റെ ഇടയ്ക്ക് വൈബെല്ലാം അടിച്ച് ഇടയ്ക്കിടയ്ക്ക്. സോ അതെല്ലാം കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ OTT ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കാണുമെന്ന് വിചാരിച്ച സിനിമ തന്നെയാണ്. അപ്പോൾ തന്നെ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. സോ സിനിമയിൽ സിമ്പിളായിട്ട് പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിലാണ് ഇതിൻ്റെ സ്റ്റോറി ഫുൾ നടക്കുന്നത്. സോ ഓരോ ചൊവ്വാഴ്ചയും ഓരോ വീട്ടിൻ്റെ സൈഡിൽ ഓരോരോ ആൾക്കാരുടെ പേര് ചെയ്തിട്ട് ഓരോ മരണം നടക്കും. സോ അതങ്ങനെയാണോ ഇതിൻ്റെ കഥ നടക്കുന്നത്, ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. സോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസും കാര്യങ്ങളും റിവീൽ ചെയ്താണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ഫുള്ളായിട്ട് പോകുന്നത്. അതെല്ലാം കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവർ കൊണ്ടുപോയത് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും കാഴ്ചകളും എന്താണ് ഇവർ കൊണ്ടുപോയത്. പിന്നെ ഒരു ഇൻ്റർവെല്ലിന് ശേഷം ഫുള്ളി ആ ഒരു കാര്യങ്ങൾ റിവീൽ ചെയ്താണ് ഒരു സ്റ്റോറി ഫുൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടത്. സോ മൊത്തത്തിലൊരു പാക്ഡ് ആയിട്ടുള്ള സംഭവം തന്നെ, ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ഫുള്ളായിട്ട് കാണുന്നത്. അത് നല്ല രീതിക്ക് ഇവർ ആ ഒരു മിസ്റ്ററി കാര്യങ്ങൾ റിവീൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അത് കാണാൻ തന്നെയാണ് ഞാൻ ഈ സിനിമ എടുത്ത് കണ്ടത്. സോ അതെല്ലാം നല്ല ഇങ്ങനെ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ സിനിമേൻ്റെ മലയാളം എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച എന്ന പേര്. ഇതിൻ്റെ മലയാളം ഡബ്ബ് ഒരു രക്ഷയില്ല. അതായത് ചിരിച്ച് ചത്തോന്ന വിധത്തിലാണ് ഇതിൻ്റെ മലയാളം ഡബ്ബെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട്. ചില മലയാളം ഡബ്ബെല്ലാം പറയുമ്പോൾ നമുക്ക് ചിരി വരുന്ന രീതിയിലേക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഒരു ക്യാരക്ടറിൻ്റെ വർത്താനം കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ചിരി വരും. സോ അങ്ങനത്തെ കാര്യത്തിലാണ് എൻ്റെ മലയാളം ഡയലോഗ് വെച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞു ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറഞ്ഞേ പറ്റും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എസ്പെഷ്യലി ആ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ മുതലുള്ള ഇടക്കിടക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും കിട്ടിയിലാണ്. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയെ നല്ല ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തന്നെയാണ് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഓരോ കാഴ്ചകളും ആ ഒരു മരണങ്ങളെ തേടിയുള്ള ഒരു മിസ്റ്ററീസും കാര്യങ്ങളും ഗ്രാമവാസികളെല്ലാം തേടി പോകുന്ന കാര്യങ്ങളെന്നാണ് കാണിച്ചു വരുന്നത്. സോ അതൊക്കെ നല്ല ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിനൊക്കെ കിട്ടില്ല ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കല്യാണ വീട്ടിൽ നടക്കുന്ന ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഗംഭീര ഫൈറ്റ് സീക്വൻസ്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൽ എടുത്ത് വെച്ച വിധം ഗംഭീരമാണ്. നമ്മളിപ്പോൾ മലയാളത്തിലെ അജഗജാന്തര സിനിമയിലുണ്ടെങ്കിൽ അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് വെഡിങ്ങിൽ. സോ അതേപോലത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. ഫുള്ളൊരു സദ്യക്കുന്ന സ്ഥലത്തിന് പൂരപ്പുറമാടി. അത് ഭയങ്കര എനിക്ക് ഇഷ്ടമായി ഒരു സംഭവം. അത് കിട്ടില്ല. സോ ആ ഒരു സീക്വൻസ് കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണാം. അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയത് സെക്കൻഡ് ഹാഫിലാണ്. അതായത് സെക്കൻഡ് ഹാഫിലാണ് ഫുള്ളി ഒരു മിസ്റ്ററീസും കാര്യങ്ങളും റിവീൽ ചെയ്യുന്നത്. ആ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യങ്ങളും കാണിച്ച് മെല്ലനെയാണ് തുടങ്ങുന്നത്. കുറേയധികം പാട്ടും കാര്യങ്ങളിലും ഉണ്ട്. എസ്പെഷ്യലി പാട്ട് മലയാളത്തിൽ നിന്ന് പറയുമ്പോൾ അതിനകത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര വെറുപ്പിക്കൽ തന്നെയാണ്. കുറേ പാട്ടെല്ലാം കുത്തിക്കയറ്റിയിട്ട് കുറച്ച് ഭയങ്കര ലാഗ് നീട്ടി വലിച്ച പോലെ തോന്നും. സോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ലാഗെല്ലാം തോന്നി. തുടങ്ങുമ്പോൾ സെക്കൻഡ് ഹാഫെല്ലാം തുടങ്ങുമ്പോൾ വല്ലാണ്ട് നീട്ടി വെച്ച പോലെ തോന്നി. സോ അതാണ് എനിക്കൊരു നെഗറ്റിവിറ്റി ആയിട്ട് പറയാനുള്ളത്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം സെറ്റായി വരും. ആ ഒരു റിവീലും കാര്യങ്ങളും വരും. ഏകദേശം എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലെങ്കിൽ വരും. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാണ്. രക്ഷയില്ല. നമ്മൾ വിചാരിക്കാത്ത കുറേ ട്വിസ്റ്റും കാര്യങ്ങളും റിവീൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. സോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. സോ ഈ സിനിമയെ പറ്റി ഇത്ര തന്നെ പറയാനുള്ളൂ. അത് ആ ഒരു ചൊവ്വാഴ്ച നടക്കുന്ന കുറേ മിസ്റ്ററീസും കാര്യങ്ങളിലും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ എന്തായാലും കാണാം. സോ അത് ഞാൻ ഈ മിസ്റ്ററി സംഭവം തന്നെ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാമെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം കാണേണ്ട ആവശ്യമില്ല. ആ ഒരു മിസ്റ്ററീസും കാര്യങ്ങളും മനസ്സിലായല്ലോ. പിന്നെ എന്തിനാണ് കാണുന്നത്. സോ ആ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഈ സിനിമ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. സോ നല്ലൊരു സിനിമ തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഒരു പ്രാവശ്യം കാണുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണെങ്കിൽ പറയും സിനിമയെ പറ്റിയിട്ട്. എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെയുള്ള കാര്യങ്ങൾ പറയാന്ന് വെച്ചത് 80+ കണ്ടൻസ് ഉള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. കുറേ സെക്ഷൽ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അത് പറയാൻ വിട്ടുപോയി. സോ ആ ഒരു കാര്യങ്ങൾ മനസ്സിലോർത്ത് ഈ സിനിമ കാണാതിരിക്കുക. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് നല്ല ഇങ്ങനെ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയിൽ കുറേ പോർഷൻസൊക്കെ അത് നല്ല ഇങ്ങനെ വേണ്ട സാധനങ്ങൾ തന്നെയാണ്. ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ അത് നല്ല ഇങ്ങനെ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ മനസ്സിലോർത്തിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കാമെന്ന് പറയാനുള്ളൂ. സോ കണ്ടിട്ട് എന്തായാലും കണ്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.